നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ വീഡിയോ ആണ് ഇത്. കോയമ്പത്തൂരിൽ നിന്നാണ്. ഒരു പുതിയ ട്രാവൽസിൽ ജോയിൻ ചെയ്തു. ഇവിടെ ട്രെയിലറാണ് ഓടിക്കാനായിട്ട് കയറിയിരിക്കുന്നത്. ഇപ്പം ഇവിടുത്തെ കാര്യങ്ങളും മറ്റു വിശേഷങ്ങളായിരിക്കും ഇനിയുള്ള വീഡിയോകളിലെല്ലാം കാണുന്നത്. കൂടുതലും ട്രെയിലറും അതുമായിട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഞങ്ങൾ രണ്ടുപേരുണ്ടാവും മോസ്റ്റ്ലി വീഡിയോയിൽ. ഞാനും വേറൊരു ഇക്കയും കൂടി ആയിരിക്കും. ഞങ്ങൾ രണ്ടുപേര് ഒരുമിച്ചായിരിക്കും ഈ യാത്ര മുഴുവൻ. നമ്മളെല്ലാം വിചാരിക്കും നമ്മൾ ട്രെയിലർ ഓടിക്കാനായിട്ട് പഠിച്ചു, നമ്മൾ ഇത് ചെയ്യാൻ പഠിച്ചു എന്നൊക്കെ. ട്രെയിനിങ് എടുത്തവർ, ട്രെയിലർ ഓടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നാമക്കൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നാമക്കൽ പോയി ട്രെയിനിങ് എടുക്കാം, ട്രെയിനിങ് എടുത്തതിന് ശേഷം നമുക്ക് ട്രെയിലർ ഓടിക്കാൻ പറ്റും എന്നൊക്കെ. ട്രെയിലർ ഓടിക്കാൻ പറ്റും, പക്ഷേ അതൊരു ടെസ്റ്റ് പാസ്സാകാനായിട്ടേ ആ ഒരു ട്രെയിനിങ് കൊണ്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു യൂറോപ്പിലേക്ക് പോകാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് RTO ഇതെടുക്കണം, ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് പാസ്സാകാനായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് മതി ഒരു കാലിയായിട്ടുള്ള വണ്ടി ഓടിക്കാനായിട്ട്. പക്ഷേ എങ്കിൽ ഒരിക്കലും നമുക്കൊരു ട്രെയിലർ ഇന്ത്യയിൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടിക്കാനായിട്ട് പറ്റത്തില്ല. പ്രൊഫഷണലായിട്ട് ഒരു ഡ്രൈവറായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രൈവറുടെ കൂടെ കയറി അവരുടെ കൂടെ ഒരു മാസമൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എന്തൊക്കെയാണ് ഇതിൻ്റെ വരായികൾ എന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ. കാരണം ഈ വണ്ടിയിൽ കയറ്റുന്ന ലോഡ് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 ടൺ ഉണ്ടാവും. 40 ടൺ തൊട്ട് 60 ടൺ വരെ ഇതിൽ ലോഡ് കയറ്റും. മോസ്റ്റ്ലി ഓവർലോഡ് ലോഡായിട്ടാണ് പോകാറുള്ളത്. ഫ്ലാറ്റ് ബെഡൊക്കെ ആണെങ്കിൽ. കണ്ടെയ്നറിലൊക്കെയാണ് കുറച്ചെങ്കിലും ലോഡ് കറക്റ്റായിട്ട് കയറി പോകുന്നത്. ഇപ്പോൾ ഫ്ലാറ്റ് ബെഡ് വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറ്റുന്ന ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം സിമൻ്റ് ആവാം, ചിലപ്പം അയൺ റോഡ്സ് ആവാം, കോയിലാവാം, പിന്നെ ക്ലാംസ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കയറ്റും ഇതിനകത്ത്. മിഷനറീസ് ഒന്നും കയറ്റില്ല, അത് ലോ ബെഡിലേക്ക് കയറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ വണ്ടിയിൽ കയറും. എല്ലാത്തിനും നല്ല ലോഡുണ്ടാവും. ഇതിൻ്റെ തലയും വാലും വേറെ വേറെയാണ്, നമുക്കറിയാം. ഇത് രണ്ടും ഓടിക്കുന്ന രീതി അറിയാം. പക്ഷെ നമ്മൾ ഇടത്തോട്ട് തിരിക്കുമ്പോൾ വലത്തോട്ട് പോകുന്നു, വലത്തോട്ട് തിരിക്കുമ്പോൾ ഇടത്തോട്ട് പോകുന്നതൊക്കെ ഓരോന്നും നമ്മൾ മനസ്സിലാക്കി വെക്കും പല രീതിയിൽ. പക്ഷെ അതല്ല നമ്മൾ ലോഡ് കയറ്റി ഓടിക്കുമ്പം ഉണ്ടാകുന്നത്. നേരെ ഓടിച്ചു പോകുന്നത് പ്രശ്നമൊന്നുമില്ലാന്ന് വിചാരിക്കും. പക്ഷേ ഒരു കയറ്റം വന്നു കഴിഞ്ഞാൽ, ഒരു ഇറക്കത്ത്, ഇനി അതൊരു പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഇനി അങ്ങനെ പല കാര്യങ്ങളിൽ ഈ ലോഡ് എത്ര കണ്ട് പവർ കൊടുത്ത് നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു സാധാരണ ഒരു ലോറി ഓടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ബസ് ഓടിക്കുന്നതിൽ നിന്ന് ട്രെയിലറിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേമാതിരി ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവറുടെ കൂടെ പോയാൽ മാത്രമേ അത് പഠിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കും ഞാൻ പോകുന്നത്. ആ ഒരു ടൈമിൽ ഞാനും വണ്ടി ഓടിക്കുക, പുള്ളി വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണെങ്കിൽ വീഡിയോയ്ക്കകത്ത് വരാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ എന്താ പറയണത്, ആ സൗന്ദര്യം കാര്യങ്ങളൊക്കെ നാട്ടുകാരെല്ലാവരും കാണും. അതേമാതിരി പുള്ളിക്കാണെങ്കിൽ ഈ ജോലി ചെയ്യുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, വേർപ്പിൻ്റെ അസുഖമുള്ള. അതുകൊണ്ട് പുള്ളിയെ കാണിക്കത്തേയില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇനി മുന്നോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഏതൊക്കെയായിരിക്കും എന്നുള്ളതിനെ പറ്റി പറയാം. ഓക്കെ. അപ്പോൾ നിലവിൽ ഞങ്ങളിവിടെ കോയമ്പത്തൂർ ഗുഡ് ഷെഡിൽ ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇന്നിപ്പം ഈ ട്രാവൽസിൽ വന്ന് കയറിയിട്ട്, ഇത് ട്രാൻസ്പോർട്ട് കമ്പനിയാണിത്. ആക്ച്വലി ഒരു ചെറിയ കമ്പനി, ഒരു 900-1000 വണ്ടി അത് മേളിലുണ്ടെന്ന് തോന്നുന്നു വണ്ടി. ഈ ഗുഡ് ഷെഡിൽ തന്നെ കിടക്കുന്ന എല്ലാ വണ്ടികളും ഒറ്റ കമ്പനിയുടെ വണ്ടിയാണ്. ഇതിനകത്ത് തന്നെ ഒരു 10-25 വണ്ടി ഇവിടെ വന്ന് കിടക്കുന്നു, ഇപ്പം ലോഡ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട്. അത്യാവശ്യം വലിയൊരു കമ്പനിയാണ്, ചെറുതാണെന്നല്ല ഉദ്ദേശിച്ചത് ഞാൻ. നല്ലൊരു കമ്പനിയാണ്, നല്ല പേ ഔട്ട് ഉണ്ട്, കുഴപ്പമില്ല, എല്ലാം കറക്റ്റാണ്. പക്ഷേ നല്ലൊരു ഡ്രൈവറായി മാറണം, എന്നാൽ മാത്രമേ ഇവിടെ ജോലിക്ക് കിട്ടത്തുള്ളൂ. നമ്മളൊരു ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു തൽക്കാലം നമ്മൾ എന്താ പറയുക, കൈ തെളിയാൻ വേണ്ടിയൊക്കെ വന്ന് കയറാമെന്ന് വിചാരിച്ചാൽ ഈ കമ്പനിയിൽ പറ്റില്ല. കാരണം അതേമാതിരത്തെ ലോഡുകളാണ് കൂടുതലും അയൺ. ഇവർ സ്റ്റീലാണ് ഡീൽ ചെയ്യുന്നത്. സ്റ്റീലിൻ്റെ
ഡീലേഴ്സാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് വരുന്ന ലോഡ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ലോഡായിരിക്കും. സ്റ്റീൽ റോൾസ്, സ്റ്റീല്, പിന്നെ കോയിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് റിസ്ക്കിയാണ്. അതിനനുസരിച്ചുള്ള പേ ഔട്ടും ഉണ്ട്. അപ്പം മുന്നോട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിലെല്ലാം കാണും. അപ്പം ഈ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ഇൻഫർമേഷനാണ്. റെയിൽവേ ലൈനിൻ്റെ അടുത്തായിട്ട് ഞാൻ നിൽക്കുന്നത്, ഗുഡ് ഷെഡിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിലുകളും ഇതിൻ്റെ വണ്ടിയുടെ ഇതും ഫോട്ടോയും ഡീറ്റെയിലും വീഡിയോയും ഒക്കെ കാണിക്കാം. ലോഡ് കയറ്റുന്നത്, ലോഡിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഓരോ ഒന്ന് കാണുമ്പോൾ മുന്നോട്ട് കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഈ വണ്ടി ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് ക്ലിയറായിട്ട് കാണിച്ചു തരാൻ പറ്റുമായിരിക്കണം. ശ്രമിക്കാം. എത്ര കണ്ട് പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ട് കയറിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയാൻ പാടില്ല. ഏത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതെ പറ്റി. ഈ കമ്പനിയുടെ പേര് പോലും എനിക്ക് പുറത്തങ്ങനെ പറയാൻ പറ്റില്ല. അതൊക്കെ ഉണ്ടാകും. അപ്പം വണ്ടിയെ എന്തോരം കാണിക്കാൻ പറ്റുമെന്നും ഞാൻ മുഴുവനായിട്ട് കാണിക്കാൻ പറ്റുമോ, കാരണം ഇതിൽ പല കാര്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. തൽക്കാലം അറിയുക, അടുത്തൊരു ജോലിക്ക് കയറിയിട്ടുണ്ട്. മുന്നോട്ട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ കാണുന്നത് വരെ തൽക്കാലം വണക്കം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.